അപ്രതീക്ഷിത പവർ കട്ടിൽ വലയുകയാണ് ജനം. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾക്കിടെ പോലും കറണ്ട് പോകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. തൃശൂർ മാളയിൽ പവർ കട്ടുണ്ടായതിൽ KSEB ജീവനക്കാരന് മർദ്ദനമേറ്റു. സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളായാണ് പവർ കട്ടിനെതിരായ പ്രതിഷേധം അലയടിക്കുന്നത്. நைட்டு 11 மணி ஆனாலும் பவர் கட் ஆகுது, 12 மணிக்கு பவர் கட் ஆகுது, காலையில ஒரு 10 தடவையாவது பவர் கட் ஆகுது. വൈദ്യുത പ്രതിസന്ധി അതിരൂക്ഷമായതോടെ പവർ കട്ട് ഒഴിവാക്കാനാകാത്ത അവസ്ഥയിലാണ് സർക്കാർ. എന്നാൽ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ വൈദ്യുതി പോകുന്നതിൽ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. രാത്രിയിലെ കച്ചവടത്തെയാണ് അരമണിക്കൂറുള്ള പവർ കട്ട് ബാധിക്കുന്നതെന്നാണ് ചെറുകിട കച്ചവടക്കാരുടെ പരാതി. വെട്ടമില്ലാതെ എങ്ങനെയാണ് സാധനം കൊടുക്കുന്നത്? അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കത്. ഒരു 5 പൈസ കച്ചവടം നടക്കുന്നത് രാത്രിയില്ല, സന്ധ്യ കഴിഞ്ഞിട്ടാണ്. അത് നമുക്ക് 5 പൈസ വിൽക്കാൻ ഒക്കത്തില്ല. അരമണിക്കൂർ നേരം കറണ്ട് കട്ടുണ്ട്. UDF ഭരണത്തിൽ വന്നപ്പോൾ പവർ കട്ടില്ലാത്തതെന്നൊക്കെ പറഞ്ഞാ വന്നിരുന്നു. ഇപ്പൊ പവർ കട്ട് വീണ്ടും വന്നിരിക്കണേ. 4ഉം 5ഉം തവണയൊക്കെ വൈദ്യുതി മുടങ്ങുന്നുണ്ടെന്നും രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സ്ത്രീകളുടെ സുരക്ഷയെ അടക്കം ഇത് ബാധിക്കുമെന്നും ആളുകൾ പറയുന്നു. വൈദ്യുതി മുടക്കം പഠനത്തെ ബാധിക്കുന്നെന്ന് വിദ്യാർത്ഥികളും പരാതി പറയുന്നു. പിന്നെ ടോർച്ച് ഉപയോഗിച്ചിട്ട് പഠിക്കണം, അത് നല്ല ബുദ്ധിമുട്ടാണ്. പഠിക്കുന്ന ആ ഫ്ലോ ഒന്ന് പോവും, ആ കോൺസെൻട്രേഷൻ ഞങ്ങൾ ഡൈവേർട്ടായിട്ട് പോകും. ഇത് എമർജൻസിലായിട്ടായിരുന്നെങ്കിൽ അരമണിക്കൂറേ നിൽക്കൂ ബാക്കപ്പ്, പിന്നെ അതിന്റെ മുകളിൽ നിൽക്കൂല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ. 10 വർഷമായി പവർ കട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏകദേശം ഇപ്പോൾ അരമണിക്കൂർ കൂടുതലായി. ഏകദേശം 1 മണിക്കൂറോളമാണ് പവർ കട്ട് ഉള്ളത്. ഇന്നലെയാണെങ്കിൽ 4-5 തവണ പോയി. നമ്മളെല്ലാം ജീവിക്കുന്നവരല്ലേ, അതുകൊണ്ട് എല്ലാം ഇടിച്ചു പോകും. പക്ഷെ ശീലിക്കുന്നു അല്ലേ? ലോകകപ്പ് മത്സരങ്ങൾക്കിടെയുള്ള വൈദ്യുതി മുടങ്ങുന്നതിൽ ഫുട്ബോൾ ആരാധകരും പ്രതിഷേധത്തിലാണ്. ഇന്നലെ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനലിനിടെ വൈദ്യുതി മുടങ്ങിയതോടെ തൃശൂർ എരുമപ്പെട്ടിയിലെ KSEB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. തൃശൂർ മാളയിൽ KSEB ജീവനക്കാരന് മർദ്ദനമേൽക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിക്കിടെ കറണ്ട് പോയതോടെ മുഖ്യമന്ത്രിയും പവർ കട്ടിന്റെ ചൂടറിഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.